ഹലോ ഫ്രണ്ട്സ്, മനുവിൻ്റെ അലീനയുടെ വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്ത് ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ നല്ലുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിപ്പിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ മഴയുണ്ട്. അപ്പം മഴയിൽ ബാക്ക്ഗ്രൗണ്ട് എന്ത് സൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ കിടക്കുക. അങ്ങനെ നമ്മുടെ പിള്ളേരെല്ലാം കൂടി ചേർന്ന് ഭയങ്കര രീതിയിൽ ഒച്ചപ്പാടും ബഹളവും എല്ലാം ഉണ്ടാക്കി അവർ ഇനിയിപ്പം ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കത്തുള്ളൂ എന്നുള്ള രീതി, അതായത് തങ്ങളുടെ ആ സ്റ്റാൻഡേർഡ് ഇത് തന്നെ എന്നുള്ള രീതിയിൽ കാണിക്കുക. ഞങ്ങൾ എവിടെയാണെങ്കിലും ഞങ്ങൾ ചേച്ചിയുടെ കൂടെ ഇരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് സ്റ്റാൻഡേർഡുള്ള ഇരുത്തമല്ല, ഞങ്ങളെ തന്നെ അവഹേളിക്കുക എന്ന് മനസ്സിലാക്കിയതായിട്ടുള്ള നമ്മുടെ ഔസേപ്പച്ചനും ആൽബർട്ടും റോബിച്ചിനും എല്ലാം കൂടി ചില തീരുമാനമെടുത്ത് എന്താണ് അവളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് കണ്ടത്. വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ജോസൂട്ടി വിളിക്കുന്നുണ്ട്, തോൽപ്പിച്ചേ മൂരാച്ചികളെ തോൽപ്പിച്ചേ എന്നൊക്കെ ഉള്ളൊരു മുദ്രാവാക്യത്തോടെ വിളിച്ചു വരണം. ആ സമയത്ത് തന്നെ എടാ റോണിച്ച വിളിക്കടാ, ഇംഗുലാ ചിന്ത വിളിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇംഗുലാ ചിന്താബാദ് എന്നുള്ള രീതിയിലൊക്കെ ഫോൺ അങ്ങനെ ഒച്ചയ്ക്ക് അത് മുദ്രാവാക്യം വിളിച്ച് തിരിച്ചു വരികയാണ്. എന്നിട്ട് നേരെ വന്നിരിക്കുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ചേച്ചി, ഇപ്പം സന്തോഷമായിരുന്നു ചോദിച്ചപ്പോഴത്തേക്ക് ആര്യനയ്ക്ക് ഭയങ്കര കണ്ണൊക്കെ നിറയുമ്പോഴത്തേക്ക് സാന്ദ്രമുള്ള പുറത്തുകൂടെ വന്ന് കെട്ടിപ്പിടിക്കുകയും തന്നെ കണ്ണുനീര് തുടച്ചു വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒന്നും കൊണ്ട് ചേച്ചി വിഷമിക്കണം, ഞങ്ങളിവിടെ ഉണ്ട് ചേച്ചി, ഞങ്ങൾ ചേച്ചിയുടെ കൂടെ ഉണ്ട് അന്ന് ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട്. അപ്പം ജോസൂട്ടി പറയുന്നുണ്ട്, ഇപ്പം ഇത് നമുക്ക് ഒരു ഗംഭീര ആഘോഷം മാറ്റണം, അതിന് ഇവിടെ നല്ല സൂപ്പർ സദ്യ വെക്കണം, ചിക്കനും മട്ടനും അല്ല സാമ്പാർ, അവിയൽ, അച്ചാർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർന്ന് വെച്ചിട്ട് നമുക്ക് നല്ല ഗംഭീരമായിട്ട് ചെയ്യണം എന്ന് പറയണം. അപ്പം അതിനിപ്പം പൈസ വേണ്ട എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, അതിനിപ്പം പപ്പയുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് ആൽബർട്ടിനോട് ചോദിക്കണം. ആൽബർട്ടിനോട് ചോദിക്കുമ്പോഴത്തേക്ക് അതെന്താണെങ്കിലും ഞാൻ തന്നെയാണ് ക്യാഷ് മുടക്കേണ്ടത്, പപ്പ കാശൊന്നും മുടക്കണം, ഞാൻ മുടക്കിക്കോളാം എന്നുള്ള ജോസൂട്ടി പറയുമ്പോഴത്തേക്ക് നിൻ്റെ എവിടെ നിന്നാണ് ക്യാഷ് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, സാന്ദ്ര പറയാം, അതെ പപ്പയുടെ ക്യാഷ് കുറേ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്ന് പറയണം, ക്യാഷ് അടിച്ചു മാറ്റിയിട്ടുണ്ട്. ചേച്ചി ഒരു കാര്യം കേൾക്കണം. അതായത് ഈ ജോസൂട്ടിയില്ലേ ഒരു ദിവസം വീട്ടിൽ പോകാതെ കൂട്ടാൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് പപ്പായ്ക്കൊരു പന്തികേട് തോന്നിയിട്ട് വിളിക്കുക. എന്താ ചോദിക്കുമ്പോഴത്തേക്ക് പപ്പ അവൻ്റെ ഷർട്ടൊന്ന് അഴിച്ചു നോക്കി, ചെറിയ രീതി, അതായത് അവനെ കണ്ടപ്പോൾ തന്നെ മറ്റേ ചന്ദ്രനിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരെ പോലെ തോന്നുവാണ്. അപ്പോൾ അവനോട് പറയാണ്, ഇന്ന പോലെ ഒന്നിൻ്റെ ഡ്രസ്സ് കാണിച്ചടാന്ന് പറഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഫുള്ള് എന്താണെന്നറിയുമ്പോൾ റബ്ബർ. അത് കഴിഞ്ഞിട്ട് മുണ്ട് മാറ്റി നോക്കി, മുണ്ടും കാലിൻ്റെ അവിടെ വരെ റബ്ബർ. അത്രയും കൂടെ തൂക്കി നോക്കിയപ്പോൾ ഒരു 12-13 കിലോ വരും. ഇത്രയും വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ പപ്പാടെ കാശ് മുഴുവൻ അടിച്ചു മാറ്റുന്നു ഇവനെ ചേച്ചി എന്ന് പറയണം. ജോസൂട്ടി പറയണേ, ഇല്ല ചേച്ചി ഞാൻ ചുമ്മാ പറഞ്ഞാൽ. പിന്നെ ഇപ്പം നമ്മുടെ ഈ സ്പിരിറ്റ് ലോറിയൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് അവർ ഒരു സാമ്പിളിനൊന്നും ഒരു പിടുത്തം കൊടുക്കുന്നില്ല, അതുപോലെ ഞാൻ പിടുത്തം കൊടുത്തോളുന്നു. അപ്പം ആൽബർട്ട് ഒരു നോട്ടം നോക്കുന്നുണ്ട്, എൻ്റെ കാശെല്ലാം ഇപ്പം ചേച്ചി. എന്നിട്ട് പിന്നെ ജോസൂട്ടി പറയുന്നുണ്ട്, ചേച്ചി ഇപ്പം അതെല്ലാം നിർത്തി, ഇപ്പം ഞാൻ ഡയറക്റ്റായിട്ട് ക്യാഷ് എടുത്തുകൊണ്ടിരിക്കുക, അപ്പം പപ്പയുടെ പോക്കറ്റിൽ നിന്ന് തന്നെ ക്യാഷ് എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ആൽബർട്ട് പറയാം, തറപ്പിച്ചൊരു നോട്ടം നോക്കുമ്പോഴത്തേക്ക് പറയാം, പപ്പ വെടിപ്പിക്കുകയൊന്നും വേണ്ട, ഞാൻ അധികമൊന്നും എടുക്കത്തില്ല, ആവശ്യത്തിന് മാത്രമേ എടുക്കത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ആൽബർട്ട് പറയാം, കാശ് തന്നെയാണ്, നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കേണ്ടത്, നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യേണ്ടതല്ല എന്ന് പറയുവാണ് ആര്, നമ്മുടെ ആൽബർട്ട്. അപ്പോൾ തന്നെ മിലൻ പറഞ്ഞു, എന്നിട്ട് പറയാം, ഇനിയിപ്പം ആൽബർട്ട് പറയുന്നുണ്ട്, ഇപ്പം എൻ്റെ ഒരു പകുതി സ്വത്ത് ഇതിൻ്റെ അകത്ത് പോയിട്ടുണ്ട്, ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ചെയ്യുമെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, ബാക്കി പകുതി ഞാൻ ശരിയാക്കി തരാം പപ്പ എന്നുള്ള രീതിയിൽ മിലൻ പറയുകയാണ്. അപ്പോൾ മിലനെയും തറപ്പിച്ച് നോക്കുക. അത് കഴിഞ്ഞ് എല്ലാവരും ഒത്തൊരുമിച്ച് ഇരിക്കുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്, ഇനിയിപ്പം ഇന്ന് തന്നെ പോകണമെന്ന് ആൽബർട്ട് പറഞ്ഞു. ആൽബർട്ട് അവസരിച്ച് ഇന്ന് തന്നെ ഇതെല്ലാം കഴിഞ്ഞ് പോകണമെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം 4 മണിക്ക് പോകണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സാന്ദ്രയും മിലനും ശോഭിയും ജോസൂട്ടിയും എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അപ്പം എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിയുമ്പോഴത്തേക്ക് പറയും, പപ്പ ഇനി സിനിമയ്ക്ക് പോകാമെന്ന് പറയും. സിനിമയ്ക്ക് പോകുന്ന പറയുമ്പോഴത്തേക്ക് സാന്ദ്രമോള് പറയാണ്, മിലൻ പറയാം സിനിമയ്ക്ക് പോകുന്ന പറയും. പിന്നെ സിനിമയ്ക്ക് പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് അതൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ ഒരു സിനിമയ്ക്ക് പോയാൽ എന്നാന്ന് ചോദിച്ച്, അപ്പോൾ വൈകിട്ടത്തേക്ക് മാറ്റിനിക്ക് വേണ്ടി, അതായത് അവതക്കുട്ടി ചോദിച്ച് ബാക്കി എല്ലാവരും ഒരു 3 വണ്ടിക്കായിട്ട് പോവുകയാണ്. പോയിട്ട് തിരിച്ച് വരുമ്പോൾ സിനിമയെല്ലാം തിരിച്ച് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ജോസൂട്ടി തന്നെ എല്ലാവരും ആനയിച്ചുകൊണ്ടൊരു ഈ ഐസ്ക്രീം ബാറിൽ കയറുകയാണ്. ഐസ്ക്രീം മേടിച്ചു കൊടുത്ത് എല്ലാം തിരിച്ച് വന്ന് എല്ലാം കയറി ഇരിക്കുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്, പപ്പ അപ്പം നിങ്ങളെല്ലാം ഒരു 8 മണിയൊക്കെ ആയി. അപ്പോൾ പറയണം, അപ്പോൾ എല്ലാവരും ഒരുങ്ങി പോകുന്നുണ്ട്. ആരും ഒരുങ്ങുന്നു 8 മണിയായിട്ട് 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വന്നു. പക്ഷേ
ആരും ഒരുങ്ങുന്നില്ല, പോകാൻ വേണ്ടി ഒരുങ്ങുന്നില്ല. അപ്പോൾ എന്നാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയുവാണ്, പപ്പ ഇന്ന് വേണ്ട പപ്പ നാളെ പോകാമെന്ന് പറയുമ്പോഴത്തേക്ക്, നാളെ എടാ നിങ്ങൾക്ക് സ്കൂളിൽ പോകണ്ടടാ എന്നുള്ള രീതി അവസരിപ്പിച്ച് ചോദിക്കുമ്പോൾ, പപ്പ രാവിലെ പോയാലും ക്ലാസ്സിൽ പോകുമല്ലോ, എത്താമല്ലോ, അതുകൊണ്ട് ഇന്ന് പോകണ്ട നാളെ പോകാം എന്നുള്ളത് പറയുകയാണ്. ഉടനെ വത്സമ്മയും ഷിബിയും ആൻസി എല്ലാവരും പറയുന്നുണ്ട്, ആൽബർട്ടിനോടൊക്കെ പറയുന്നുണ്ട്, ഏതൊക്കെയാലും ഇന്നും കൂടെ നിൽക്കുക, അത് നമ്മുടെ അലീനയുടെ കൂടെ നിന്നല്ലേ, അലീനയുടെ കൂടെ നിൽക്കാൻ പിള്ളേരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്, അതുപോലെ നമുക്കും ഒരുപാട് നാൾ കൂടിയല്ലേ കാണുന്നേ, അപ്പം നമുക്കിന്ന് നിൽക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ അവസരിപ്പിച്ചും പറഞ്ഞിട്ട്, ഇതിപ്പം കടന്ന കൈയാകട്ടോ, ഇതിപ്പോൾ ശരിയാകത്തില്ല, എത്ര ദിവസം കൂടെ എന്നാണ്, ഒത്തിരി ദിവസം കൊണ്ടല്ല 3 ദിവസമല്ലേ ആയുള്ളൂ, അതുകൊണ്ട് 3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ശരി, നീയൊക്കെ ഇങ്ങനെ പറയുന്നതനുസരിച്ച് ചെയ്തേക്കാം എന്നുള്ള രീതി പറഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ ആ സമയത്ത് തന്നെ നമ്മുടെ അലീന പിള്ളേരെ, അതായത് ദിയമോളെയും റോണിക്കുട്ടിയും കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ചിരിയും കളിയും മേളമൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കെ, അതായത് ഒരു ഭയങ്കര രീതിയിലൊരു കാറിൻ്റെ സൗണ്ടും റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൻ്റെ അതൊരു വെളിച്ചമായിട്ട് വരിക, ഒരു കാറ് കയറി വന്ന് നിൽക്കുന്നത് നമ്മുടെ സ്റ്റാൻഡിൽ വന്ന് നിൽക്കുകയാണ്. സ്റ്റാൻഡിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് തന്നെ എല്ലാവരും നോക്കുകയാണ്. അപ്പം അവസരപ്പിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്, ചായ എന്നാണ്ട് ലാലിച്ചായ എന്നാണ്ട് വിശേഷം, എവിടെ നിന്നാണ് വരുന്നത്, എവിടെ പോയിക്കാരെന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ, എടാ ഞാൻ കൊച്ചിയിലാണ് വരുന്നത്, കൊച്ചിയിൽ നിന്ന് വരുന്നതെന്നുള്ള രീതി പറയണം, ഗൗരവത്തിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം ചോദിക്കുന്നുണ്ട്, എന്നാ ലാലിച്ച വിശേഷം, എനിക്ക് വിശേഷമൊന്നുമില്ല, അലീനെ വിളിക്കും, പോകണ്ടേന്ന് ചോദിക്കുകയാണ്. ഉടനെ പോവാണോ, പോകണം, 2 ദിവസമായില്ലെന്ന് ഉള്ള രീതി ചോദിക്കണം. അലീന വരുവാണ്. അലീന വന്നിട്ട് ചോദിക്കുന്നുണ്ട്, പപ്പ എന്താ വിശേഷം, പപ്പ വരുവാന്ന് പറഞ്ഞില്ലല്ലോ, ഞാനത് 2 ദിവസം കഴിഞ്ഞ് വരത്തുള്ളായിരിക്കും എന്ന് ഓർത്തിരുന്നെ. 2 ദിവസം കഴിഞ്ഞ് വരണമെന്ന് ഓർത്തിരുന്നേ, പക്ഷേ നേരത്തെ ആയിപ്പോയല്ലോ, എനിക്ക് അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു, നീ ഏതൊക്കെയാലും ഒരുങ്ങ് പപ്പ, നമുക്ക് നാളെ പോകാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, നാളെ പോകാനോ, നീ 2 ദിവസത്തേക്കല്ലേ പറഞ്ഞു വന്നേ, 2 ദിവസം കഴിഞ്ഞു, നമുക്ക് 2 ദിവസം കഴിഞ്ഞ് പോകാം എന്നുള്ളത് പറയുമ്പോഴത്തേക്ക് അവതക്കുട്ടി പറയണം, എടാ അവൾ പറഞ്ഞു കേട്ടില്ല, 2 ദിവസം കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് പിള്ളേരെല്ലാം നിശബ്ദതയായിട്ട് നിൽക്കുക. അപ്പം ദിയമോളും സാന്ദ്രമോളൊക്കെ പറയുന്നുണ്ട്, ചേച്ചി എങ്ങനെയും ചേച്ചി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ചേച്ചി, പോകണ്ട ചേച്ചി, 2 ദിവസം കൂടെ കഴിഞ്ഞ് പോയാൽ മതി ചേച്ചി, ഞങ്ങളും നിൽക്കാമെന്ന് പറഞ്ഞല്ലേ, ഞങ്ങളും വീട്ടിലെല്ലാവരെയും പറഞ്ഞ് അവരെല്ലാം അപ്പനോടും അമ്മയോടെല്ലാം പറഞ്ഞെല്ലാം സാവകാശം മേടിച്ചല്ലേ. സുബിച്ചനോട് പറയുന്നുണ്ട്, നീ നിൻ്റെ പണി നോക്ക്, അതെ ഞാൻ എൻ്റെ കൊച്ചിനെ കൊണ്ടുപോകണോ വേണ്ടതെന്ന് ഞാനാ തീരുമാനിക്കണ്ടേ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അലീനെ പെട്ടെന്ന് ഒരുങ്ങുമെന്ന് പറയുമ്പോഴത്തേക്ക് അവതക്കുട്ടി പറയുന്നുണ്ട്, എടാ അവൾ നാളെ അങ്ങോട്ട് വരുമല്ലോ, നാളെ ഞാനും അവൾ അങ്ങോട്ട് വന്നേക്കാം എന്ന് പറയുമ്പോൾ, നാളെ എന്തിനാ അവർ നിന്ന് പോകാമല്ലോ എന്നുള്ള രീതിയിൽ ലാലിച്ചൻ ചോദിക്കുമ്പോൾ പറയണേ, പെട്ടെന്ന് അവസരിപ്പിച്ചും പറഞ്ഞ, കുറേ നേരമായല്ലോ ലാലിച്ച ഇങ്ങനെ സംസാരിക്കുന്നത്, ഞങ്ങളെ ലാലിച്ചന് അവളോടുള്ള അധികാരം ഉള്ളതുപോലെ ഞങ്ങൾക്കും അവളോട് അധികാരമുണ്ട്, ലാലിച്ചൻ്റെ മകളാണ് അവളെങ്കിൽ, അതുപോലെ ലാലിച്ചൻ്റെ അനിയന്മാരാണ് ഞങ്ങളെങ്കിൽ, ആ ഒരു അധികാരത്തിലാണ് നിങ്ങളിവിടെ കൊണ്ട് നിർത്തിയെങ്കിൽ, അതുപോലെ ഇനി നാളെയും അവളെ ഇവിടെ നിർത്താനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പം ഇന്ന് അവൾ പോകുന്നില്ല എന്ന് പറയുകയാണ്. എന്നാൽ ഇതൊരു സ്നേഹവും ദേഷ്യവും എല്ലാം ചേർന്നുള്ളൊരു സ്വഭാവത്തോടെ നിൽക്കുകയാണ് നമ്മുടെ ലാലിച്ചൻ. കാരണം കഴിഞ്ഞാൽ എന്തിനും ഏതിനും, അതായത് എതിരായിട്ട് നിൽക്കുന്നൊരു അനിയന്മാരാണ് കിട്ടിയത്, പക്ഷേ പെട്ടെന്ന് സ്വഭാവത്തിൻ്റെ ഭയങ്കര ചേഞ്ച് വന്ന് തൻ്റെ അനിയന്മാർക്ക് തന്നോട് തോന്നിയതായിട്ടുള്ള, അല്ല തൻ്റെ മകളോട് തോന്നിയായിട്ടുള്ള ആ ഒരു കരുണ ഒക്കെ കണ്ടപ്പോഴത്തേക്കും വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നി. അപ്പം അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഹാപ്പി അപ്പോൾ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞ് അന്നത്തെ ഒരു ദിവസം അവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നിർത്തിയിട്ട് പോവുകയാണ്. അപ്പം പോകാനുള്ള അന്നത്തെ ദിവസം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഓർത്ത് എനിക്ക് ഒരു അടിപൊളി വിശേഷമാണ്. ഇന്ന് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം ജോലി സ്ഥലത്ത് നിന്നാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നാളെ ഒരു എല്ലാം അനുയോജ്യമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.